ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് രണ്ട് കാര്യങ്ങളാണ്. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്, അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്. ഈ അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിൻ്റ് മിസ് ചെയ്യരുത് നിങ്ങൾ. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ എന്താ ഉള്ളത്? അതായത് ഈശോ നമ്മളെ ഈശോ പറഞ്ഞു നോക്കണത് എന്താണ്? ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടാനുള്ള കാരണവും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കാരണത്തിൻ്റെ എന്താ കാരണം? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് വിഷയം. അപ്പോഴേ നമ്മളെ ഉടമ്പടിയിലൂടെ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആരോടുള്ള സ്നേഹം? ഈശോ നമ്മളെ സ്നേഹിക്കുന്ന കാരണം എന്താ? ഈശോ നമ്മളെ സ്നേഹിക്കാനുള്ള കാരണം പിതാവ് ഈശോനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് എൻ്റെ അത് റെക്കറ്റ്. അതായത് അത് അറിയണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾ 10:17 എടുത്തേ. അതായത് യോഹന്നാന്റെ 10:17 തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈശോ അനുഭവിച്ച ഒരു അനുഭവം. നിങ്ങൾ എന്ത് IELTS പാസ്സായാലും, ജപ്തി നടപടി മാറിയാലും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയണത് ദൈവത്തെ ലക്ഷ്യമായിട്ട് സിംഗിളായിരിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ഈ വസ്തുവകളിൽ നേടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അതിനകത്ത് തീരും. പറഞ്ഞു മനസ്സിലായില്ലേ? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം, അവിടെ നിയോഗങ്ങളാണ് അവിടെ ലക്ഷ്യം. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നിയോഗമല്ല. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താ? അതായത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഉടമ്പടിയുടെ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? നിങ്ങൾ എന്തെന്ന് പറയണം? ദൈവത്തെ. അതാണ് വിഷയം.